ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം 1-2 ക്ലാസ്സുകാർക്ക് വളരെ എളുപ്പത്തിലുള്ള ചോദ്യപേപ്പർ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ രണ്ടും കൂടി ഒരു വീഡിയോ ആണ് നമ്മളെപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്തിയെന്ന് ആശംസിക്കുകയാണ്. രക്ഷിതാക്കളോട് പറയുന്നു, നമ്മുടെ ഒന്നാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ രണ്ടാം ക്ലാസ്സിൻ്റെയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആവശ്യമുള്ളവർ അതിനനുസരിച്ച് സ്ക്രോൾ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഒരു ചോദ്യപേപ്പർ ഉണ്ടാവുക. ഇത് കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ആദ്യമായിട്ട് ഛാത്രനാമ, കുട്ടിയുടെ പേര് എഴുതണം. വർഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവിഷൻ ഏതാണ് എന്നുള്ളതാണ്. വിദ്യാലയനാമം എന്നുള്ള വിദ്യാലയത്തിൻ്റെ പേര്, അതവിടെ ടീച്ചേഴ്സ് കുട്ടികളെ എഴുതാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൽ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉത്തരവെഴുതുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരവെഴുതുന്നതിന് മുമ്പ് ദേവനാഗരി ലിപി, അതായത് സംസ്കൃതം എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സംസ്കൃതത്തിൽ. ഓക്കെ, നമ്മൾ നേരിട്ട് ചോദ്യപേപ്പറിലേക്ക് കിടക്കുകയാണ്. നോക്കൂ, പ്രവർത്തനം 1. ചിത്രാനുസാരം കോഷ്ടകാത് ഉചിതാക്ഷരാണി ചിത്വ റിക്തസ്ഥാനാനി പൂരയതു. എന്ന് വെച്ചാൽ ചിത്രത്തിനനുസരിച്ച് ഉചിതമായ അക്ഷരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക എന്ന് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ പാഠഭാഗങ്ങളിൽ കുറേ അധികം മൃഗങ്ങളുടെ പേരുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഛ ഡാഷ് കഹ, ഇത് അവസാനത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. വേഴാമ്പൽ കൂട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. നീടം, നീടം നഷ്ടം എന്നൊക്കെ പണ്ട് പറയുന്നുണ്ട്. അപ്പോൾ വേഴാമ്പലിന് എന്താ പറയുക, പറഞ്ഞോളൂ. ച ഡാഷ് കഹ, വായാണോ തായാണോ? ത അല്ലേ, ചാത കഹ. നീ കുരങ്ങൻ എന്താ പറയുക, വാ ഡാഷ് രഹ, നായാണോ സായാണോ? അപ്പോൾ ഈ കുട്ടികൾക്ക് അക്ഷരം അറിയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പറയണം, വാക്കൊന്ന് പറഞ്ഞു നോക്കാൻ പറയും. ഈ വാക്ക് ചേർത്തിട്ട് വാ ഡാഷ് രഹ, വാനരഹയാണോ വാസരഹയാണോ? നമ്മൾ പഠിച്ചിരിക്കുക എന്താണ്, വാനരഹ അല്ലേ. അടുത്ത് ക ഡാഷ് ഭഹ, ലായുണ്ട് പായുണ്ട്. അപ്പോൾ രണ്ടും പറഞ്ഞു നോക്കുക. കലഭഹ കപ്പബഹ. ഏതായിരിക്കും ഉത്തരം? കലഭഹ. വാക്കറിയുന്ന കുട്ടികൾക്ക് പ്രശ്നമില്ല. ഡാഷ് യൂരഹ, തായാണോ മായാണോ? ടയൂരഹ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, മയൂരഹ അല്ലേ. അവിടെ 4 മാർക്കിൻ്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. തൊട്ടടുത്ത് നോക്കൂ, വളരെ എളുപ്പമുള്ളൊരു പ്രവർത്തനം. നമ്മൾ ആദ്യമായി പഠിച്ച അക്ഷരമാണ് ര. ബിന്ദുൻ യോജിത്വ അക്ഷരം ലിഖതു. ബിന്ദുക്കൾ യോജിപ്പിച്ച് അക്ഷരം എഴുതുക. ര എന്ന് എഴുതി ഉള്ളിൽ കളർ കൊടുക്കണമെങ്കിൽ അങ്ങനെ. ഓക്കെ, അടുത്ത് അക്ഷരാണി ഉചിത പേടികയാ സഹ യോജിക്കും. അക്ഷരങ്ങൾ പെട്ടിയിലേക്ക് യോജിപ്പിക്കുക. ഇവിടെ നോക്കൂ, ല എന്നുള്ള അക്ഷരമുള്ളത് ഇതിലേക്കാണ്. നോക്കൂ, ഈ ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. നമുക്ക് ചിലപ്പോൾ റൗണ്ട് ചെയ്യാനായിരിക്കും തരിക. ഇവിടെ തന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു അക്ഷരമാണ്. നോക്കിയേ, ല എങ്ങനെ വരച്ചേർക്കുക? ല ഉള്ള വാക്കുകൾ നോക്കൂ. ലഡുകം, ഇതില്ലാണ്ട് അല്ലേ. അപ്പോൾ ഇതിങ്ങോട്ട് വരയ്ക്കുന്നു. മരതകം, ല ഉണ്ടോ? ഇല്ല. മല്ലിക, ല ഉണ്ട് അല്ലേ. ഇത് മായുണ്ട്. അപ്പോൾ അത് മായിലേക്ക് ആൾറെഡി ചേർത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ലത, അതെവിടെ ചേർക്കണം? ല, ഇതിലേക്ക് ചേർക്കാം. അടുത്തപ്പോൾ മാ വെച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയുള്ളത്? മരതകം, മാ. ഇത് വായിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഈ അക്ഷരം ഉണ്ടോ നോക്കിയിട്ട് വരച്ച് ചേർത്താൽ മതിയാവും. പിന്നെ മല്ലിക ആൾറെഡി വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, മധുപഹ, വണ്ടാണ്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയണമെന്നില്ല, അക്ഷരം കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി കുട്ടികളോടൊന്ന് ആവശ്യപ്പെടാം. അതിൽ തന്നെ പാത്രേ കിമസ്തി, പാത്രത്തിൽ എന്താ ഉള്ളത്? വരച്ച് ചേർത്താൽ അറിയാം. പാത്രത്തിൽ എന്താ ഉള്ളത്? പായസം. അത് എന്ത് ചെയ്യുക, വരച്ച് ചേർത്ത് എഴുതും. ഓക്കെ. ചിത്രാനുസാരം പദം വലീകരോതു. ചിത്രത്തിനനുസരിച്ചുള്ള പദം എന്ത് ചെയ്യുക, വട്ടം വരയ്ക്കുക എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടികളോട് പറയുക, ഇതിൻ്റെ ഉത്തരം ഇവിടെ എവിടെയല്ല തിരയേണ്ടത്, നേരിട്ട് തന്നെയാണ് വരിക എന്നുള്ളത് ഓർമ്മിപ്പിക്കുക അവരെ. അപ്പോൾ ഇവിടെ ഇതെന്താണ്? പൂവാണ് അല്ലേ. എന്ത് പൂവാണ്? പാഠലം ആണോ സൂര്യകാന്തി ആണോ? നമുക്ക് 2ാമത്തെ പാഠത്തിൽ പൂക്കളുടെ പേരൊക്കെ പഠിക്കാനുണ്ട്. സൂര്യകാന്തി. അപ്പോൾ അത് എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യുക. ഇതെന്താണ്? ആമ്രം ആണോ പനസം ആണോ? എന്താ അത്? മാങ്ങ, ആമ്രം അല്ലേ. ഇത് അജഹയാണോ കുക്കുട്ടഹയാണോ? 7ാമത്തെ പാഠത്തിൽ മറ്റും നമുക്ക് പഠിക്കാനുണ്ട്. ഇതെന്താണ്? കുക്കുട്ടഹ. പൂച്ചയ്ക്ക് എന്താണ് പറയുക? മാർജാരഹ എന്നാണോ ശൃഗാലഹ എന്നാണോ? മാർജാരഹ. ശൃഗാലഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറുക്കനാണ്. അതുപോലെ അജഹ ആട്, പനസം ചക്ക, പാടലം റോസ്. അപ്പോൾ ശരിയായിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ഇട്ട് റൗണ്ട് ചെയ്യണം. അടുത്ത് നോക്കൂ, അധോദത്തേഷു വ്യക്തിശുചിത്വ സൂചകം വാക്യം ചിഹ്നേന
അങ്കയതു. ഇതിൽ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് ഏതിനാണ് വരിക? ഈ രണ്ടെണ്ണത്തിൽ ഏതാണ്? ദന്താൻ ശോധയതിയാണോ പരിസര മലിനീകരോതിയാണോ? ചിത്രം നോക്കി അറിയാം. വ്യക്തി ശുചിത്വം ഏതിനാ വരിക? ഇതാണ് അല്ലേ, വൃത്തിക്കേട്. നാലാമത്തെ ചോദ്യം, ചിത്രേ വിദ്യമാനാനി സംഖ്യാം സൂചിയും. വിദ്യമാനാനി സംഖ്യയാ സൂചിയും. ചിത്രത്തിലുള്ളത് സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത്രയും സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴത്ത് പുഷ്പാണി, പൂക്കൾ എത്ര എണ്ണം ഉണ്ട് എണ്ണി നോക്കൂ. എണ്ണിക്കോളൂ. ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച. അപ്പോൾ ഇതിൽ പഞ്ച ഏതാണ്? പറഞ്ഞോളൂ, ഏതാണ് പഞ്ച? നമ്മൾ എഴുതാൻ പഠിച്ചിട്ടില്ല, ഏതാ? ഇവിടെ ആണ് പഞ്ച. അത് ഇവിടേക്ക് എടുത്ത്. അടുത്ത ശലഭാഹ. കതി ശലഭാഹ സന്തി. എത്ര ശലഭങ്ങളുണ്ട് ഇതിൽ? നോക്കാം, പറഞ്ഞോളൂ. ഏകം മാത്രമേ ഉള്ളൂ അല്ലേ, ഒന്നല്ലേ ഉള്ളൂ? അതെ. അപ്പോൾ ഏകം എന്നുള്ളത് ഏതാണ് ഇവിടെ? അവിടെയുണ്ട്, അതെടുത്ത് എഴുതുന്നു. ബാലാഹ. ബാലാഹ എന്ന് വെച്ചാൽ ആൺകുട്ടികൾ എന്നർത്ഥം. അവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത് കുട്ടികൾ എന്ന അർത്ഥത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകം ദ്വേ ത്രീണി ചത്വാരി. അപ്പോൾ 4 അല്ലേ? 4 ഏതാണ് ഇതിൽ? ചത്വാരി. അത് ഇവിടേക്ക് എടുത്ത് എഴുതുക. മാർജാരൗ. പൂച്ചകൾ എത്ര എണ്ണം ഉണ്ട് അതിൽ? ഏകം ദ്വേ. ദ്വേ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ സംഖ്യ ഏകം തൊട്ട് ദശ വരെയുള്ള സംഖ്യകൾ എഴുതി പഠിച്ചിട്ടുണ്ടാവും. അതെല്ലാം അക്കങ്ങളും അക്ഷരങ്ങളും കുട്ടിയെ പഠിപ്പിക്കുക. ഓക്കെ. ഖഗാഹ. എത്ര പക്ഷികളുണ്ട്? ഏകം ദ്വേ ത്രീണി. അതിങ്ങോട്ട് എഴുതും. ത്രീണി ഖഗാഹ. ചിത്രമുണ്ട്. അപ്പോൾ അതനുസരിച്ച് എണ്ണി എഴുതിയാൽ മാത്രം മതിയാവും. വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ്. അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. ചിത്രം വർണ്ണേന ലഭ്യത. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കളർ ക്രയോൺസോ കളർ പെൻസിലോ കൊണ്ടുപോകണം. ചിത്രം കൊടുക്കാൻ എന്താണെങ്കിലും ഒരു പ്രവർത്തനം, ചിത്രത്തിന് നിറം കൊടുക്കാനുള്ള പ്രവർത്തനം ഉണ്ടാവും. ഈ രീതിയിൽ ഒരു 5 പ്രവർത്തനം 6 പ്രവർത്തനമുള്ളൊരു വളരെ എളുപ്പമുള്ളൊരു ചോദ്യപേപ്പർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1ാം ക്ലാസ്സിലെ എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ ഈ രീതിയിൽ തയ്യാറാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം 2ാം ക്ലാസ്സിൻ്റെ വീഡിയോയിലേക്ക് പോവുകയാണ്. 2ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 1ാം ക്ലാസ്സിൽ നമ്മൾ ഈ വർഷം ഹൈസ്കൂളിൽ നടന്ന ചോദ്യപേപ്പറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മാതൃകയായിട്ട് നമുക്ക് എടുക്കാം. നോക്കൂ, ഉത്തരം എഴുതുന്നതിന് 15 മിനിറ്റ് സമാശ്വാസ സമയം ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം എഴുതുന്നതിന് ദേവനാഗരി, അതായത് സംസ്കൃതത്തിൽ തന്നെ കുട്ടികൾ ഉത്തരം എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് തന്നെ നോക്കൂ, നാമ പേര് ചോദിച്ചിട്ടുണ്ട്. വിദ്യാലയസ്യ നാമ. വിദ്യാലയത്തിൻ്റെ പേര് വർഗ എന്ന് പറഞ്ഞാൽ ക്ലാസ്, ഡിവിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. 5 പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. നോക്കാം. 1ാമത്തെ പ്രവർത്തനം നോക്കൂ. ഉചിത സമാന പദം ചിഹ്നേന സൂചയതു. ഉചിത സമാന പദത്തിന് ശരി ചിഹ്നം കൊടുക്കുക. അതായത് ഈ ജനകഹ എന്നത് പറഞ്ഞാൽ മാതായാണോ പിതായാണോ? ജനകഹ. 2ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ജനകഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛനാണ് അല്ലേ. ജനനി മാതാ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജനകഹ എന്താണ്? പിതാ ആണ്. അപ്പോൾ പിതാ ടിക്ക് ഇടണം. അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷഹയാണോ ഓദനമാണോ? അന്നം. അത് നമുക്ക് പഠിക്കാനുണ്ട്. ഓദനം എന്നുള്ളത് എന്ത് ചെയ്യണം? ടിക്ക് ഇടണം. ഓക്കെ. വൃക്ഷഹ എന്ന് പറഞ്ഞാൽ മരമാണ്. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. അത് ഓർക്കുക കേട്ടോ. നമുക്ക് അമ്മാവൻ്റെ പാഠത്തിൽ ഭക്ഷണം ഇല്ലാതെ കരഞ്ഞ അമ്മാവന് ഭക്ഷണം കൊടുക്കുന്ന ഒരു പാഠഭാഗം അല്ലേ. ഓക്കെ. 2ാമത്തെ നോക്കൂ. കുത്തുകൾ യോജിപ്പിച്ച് പൂവിന് നിറം കൊടുക്കുക. ഏത് പൂവാണ്? ചെമ്പരത്തി പൂവാണ്. അപ്പോൾ ഉചിതമായ നിറം എന്ത് ചെയ്യുക? വൃത്തിക്ക് കൊടുത്താൽ അവിടെ 2ഉം 3ഉം 5 മാർക്ക്. ഇതിന് 3 മാർക്കാണ് കിട്ടുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് അവിടെ A ഗ്രേഡ് സ്കോർ ചെയ്യാം. അടുത്ത ഉദാഹരണാനുസാരം പട്ടിക പൂരയിത്. ഉദാഹരണം അനുസരിച്ച് പട്ടിക പൂരിപ്പിക്കുക. പുഷ്പങ്ങളും ശാഖാഹ. ശാഖാഹ എന്ന് വെച്ചാൽ പച്ചക്കറികൾ. പുഷ്പങ്ങൾ ഇതിലേക്ക് ഇടുക. ഇതിൽ ജപാകുസുമം നോക്കിയേ. ജപാകുസുമം ചെമ്പരത്തി എന്ത് ചെയ്തു? ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ശാഖാഹ എന്താ? പച്ചക്കറികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കാരവേലം എന്ന് പറയുന്നത് പച്ചക്കറിയാണ്. ഇങ്ങോട്ട് വരച്ച് ചേർത്തിട്ടുണ്ട്. ഓക്കെ. ഇനി അപ്പോൾ പുഷ്പങ്ങൾ ഈ കൂടയിലേക്കും പച്ചക്കറികൾ ഈ കൂടയിലേക്കും ഇടണം. ഓക്കെ. സേവന്തിക എന്ന് പറഞ്ഞാൽ എന്താണ്? സേവന്തിക. സേവന്തിക എന്ന് വെച്ചാൽ ജമന്തി. അത് എങ്ങോട്ടിടണം? ഇങ്ങോട്ടിടണം. ഗൃഞ്ജനകം. ഗൃഞ്ജനകം എന്ന് വെച്ചാൽ എന്താണ്? ക്യാരറ്റ്. നമുക്ക് അവസാനത്തെ പാഠത്തിൽ പഠിക്കാനുണ്ട്. അതെന്താണ്? പച്ചക്കറിയാണ്. അതിങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക. പാട്ടലം. പാട്ടലം എന്ന് പറഞ്ഞാൽ എന്താണ്? റോസാപ്പൂ. അതെവിടേക്ക് പോകണം? ഇങ്ങോട്ട് പോകണം. അലാബുഹു. നമ്മൾ പഠിക്കണ്ടല്ലേ കുറേ പ്രാവശ്യം. അലാബുഹു എന്ന് വെച്ചാൽ എന്താ? മത്തൻ. അത് ഇങ്ങോട്ട് ചേർക്കുക, ഇങ്ങോട്ട് ഇടുക. വൃന്ദാകം വഴുതന. അത് ഇങ്ങോട്ട് വരച്ച് ചേർക്കുക. ഇത്തിരി കഷ്ടമുള്ള പ്രവർത്തനമാണ്, എങ്കിലും പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ.
യഥാക്രമം സംഖ്യാം യോജിത്വ കൃഷകം മാർഗം ദർശയതു. യഥാക്രമത്തിൽ സംഖ്യ യോജിപ്പിച്ച് വഴി കാണിക്കാൻ, അതായത് 1, 2, 3 എന്നുള്ള രീതിയിൽ തന്നെ പോകുന്ന രീതിയിൽ വഴി കാണിച്ചു കൊടുക്കാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ വഴി ഇവിടെ 1 കിടക്കുന്നുണ്ട്, 2 എവിടെയുണ്ട്, 2 വഴി ഏതാണ്, ഇതാണോ ഇതാണോ, ഇത് തന്നെയാണ്. ബാക്കിയുള്ള വഴികളൊക്കെ ബ്ലോക്കഡാണ്. 2, 2, 3, 4, 5, 6, 7, 8, 9, 10. ആ ഒരു വഴിയിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സംഖ്യ കൃത്യമായിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ വഴി അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യ എഴുതാൻ വേണ്ടി പഠിക്കണം. ആ രീതിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഉചിതമായ രീതിയിൽ അങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. ഇത് ഈ രീതിയിൽ പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു മാതൃകയായിട്ട് മാത്രം എടുക്കുക, എല്ലാം പഠിക്കുക. ഓക്കെ. ഗജഹ ഗജാഹ. അപ്പോൾ ബാക്കിയുള്ള ഉത്തരങ്ങൾ പറയും, മുകളിലുണ്ട് കേട്ടോ. മയൂരാഹ, ഗജാഹ, വൃക്ഷാഹ, ബാലഹ. ഗജാഹ ആൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ വൃക്ഷഹ എന്താവും, ഗജഹ ഗജാഹ ആവുകയാണെങ്കിൽ വൃക്ഷഹ വൃക്ഷാഹ, മയൂരഹ മയൂരാഹ. ഓക്കെ, 2 ഉത്തരം മാത്രമേ ഉള്ളൂ അവിടെ. അടുത്ത പ്രവർത്തനം നോക്കൂ. സഹജീവി സ്നേഹം പ്രതിപാദക ചിത്രം ചിഹ്നേന സൂചിച്ചു. സഹജീവി സ്നേഹം കാണിക്കുന്ന ചിത്രം സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഇതിൽ സഹജീവി സ്നേഹം പറയുന്നത്? ഏതാണ്? ഈ പക്ഷികളെ നായിനെ ആട്ടി ഓടിക്കുന്നതാണോ അതോ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണോ? ഏതാ വരിക? സഹജീവി സ്നേഹം. പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് അല്ലേ, അത് ടിക്ക് ചെയ്യാം. അടുത്ത ചിത്രം ഉചിത പദേന സഹ യോജയതു. ചിത്രം ഉചിത പദത്തിനോട് യോജിപ്പിക്കുക. ഇതെന്താണത്? സൂര്യകാന്തിയാണോ ജപാകുസുമമാണോ? സൂര്യകാന്തി. അടുത്ത് ഇത് അനാനസമാണോ പനസമാണോ? പഠിക്കാനുണ്ടല്ലേ, അനാനസവും പനസവും പഠിക്കാനുണ്ട്. അനാനസം എന്താ പറഞ്ഞാൽ എന്താ? പൈനാപ്പിളാണ്. ഇത് പനസം. ആ രീതിയിൽ ച ഇത്യക്ഷരം വലയീകരും. ച എന്ന അക്ഷരം എന്ത് ചെയ്യുക, വലയം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ച എന്ന അക്ഷരം ഏതൊക്കെയാണ് പറയൂ? ഇവിടെ നോക്കിയാൽ മതി, ച കാണുന്നുണ്ട്, അത് റൗണ്ട് ചെയ്യുന്നു. ച നമ്മൾ വർക്ക് ബുക്കിലൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1, 2 എല്ലാ കുട്ടികളും വർക്ക് ബുക്കും ടെക്സ്റ്റ് ബുക്കും നല്ല രീതിയിൽ പഠിക്കുക. ഈ ഒരു വീഡിയോ ഇതൊരു മോഡലായിട്ട് മാത്രം സ്വീകരിക്കുക. എല്ലാവർക്കും പരീക്ഷ എളുപ്പമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുനർമിലാമഹ.